ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായം നമ്മളിന്ന് ചിന്തിക്കുന്നു. 6-ാം അധ്യായത്തിൽ യഹോവയുടെ പേടകം ആഘോഷപൂർവ്വം ദാവീദ് സ്വന്തം പട്ടണത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദാവീദ് ഇപ്പോൾ സ്വസ്ഥമായി രാജ്യഭരണം നടത്തുകയാണ്. അപ്പോൾ ദാവീദിന് മനസ്സിലൊരു ഭാരം, അത് മറ്റൊന്നുമല്ല. ഞാൻ ദേവദാരു കൊണ്ടുള്ള അതിമനോഹരമായൊരു കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ എൻ്റെ യഹോവയുടെ പേടകം അതൊരു തിരശ്ശീലയ്ക്കകത്തിരിക്കുകയാണ്. അതൊരു കൂടാരത്തിനകത്ത് മാത്രം അത് വസിക്കുന്നു. എന്നെ ഇത്രത്തോളം വഴി നടത്തിയ, വലിയവനാക്കിയ, അനുഗ്രഹിച്ച ആ ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കുന്ന സ്ഥലമാണ് ആ പെട്ടകം. ഞാൻ അതിമനോഹരമായ ഒരു കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ പേടകം അഥവാ ദൈവം അങ്ങനെയുള്ള സ്ഥലത്തിരിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അതിമനോഹരമായ ഒരു കൊട്ടാരം, അതിമനോഹരമായൊരു ദേവാലയം ദൈവത്തിന് വേണ്ടി പണിയുവാൻ ദാവീദ് ആഗ്രഹിച്ച് നാഥാൻ പ്രവാചകനെ വിളിച്ച് തൻ്റെ ആഗ്രഹം അവനോട് പറയുകയാണ്, നീ ദൈവത്തോട് ആലോചന ചോദിക്കണമെന്ന്. ഇതേ മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? നാം നമ്മുടെ ഭവനങ്ങളും നമുക്ക് വേണ്ടതൊക്കെ അതിമനോഹരമാക്കുമ്പോൾ ദൈവാലയത്തെക്കുറിച്ച് ഇങ്ങനെയൊരു ചിന്ത നമുക്ക് ഉണ്ടാകാറുണ്ടോ? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് ദൈവാലയത്തിൽ നിന്ന് വെച്ചല്ലേ? അത് ഭൂമിയിൽ ഏറ്റവും മനോഹരമായും വൃത്തിയായും കാത്തു സൂക്ഷിക്കുവാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യം നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന മനോഭാവക്കാരല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താണ് ദൈവത്തിന് ചെയ്യുന്നത്? ന്യായവിധിയുടെ മാനദണ്ഡമായ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 31 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു, എളിയവന് ചെയ്തത് എനിക്ക് ചെയ്തു എന്നാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതും പരിചരിക്കുന്നതും പോലെയാണ്. എനിക്ക് വിശന്നു, ദാഹിച്ചു, മനുഷ്യജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കർത്താവോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു, എനിക്ക് തന്നു. അവർ പറയും, ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ല. അപ്പോഴേ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ എളിയവന് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത്. ഇടതു ഭാഗത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല. എളിയവന് ചെയ്യാതിരുന്ന് എനിക്കാണ് ചെയ്യാതിരുന്നതെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണവൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്രകാരം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദേവാലയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് വലിയ ഭാരം ദാവീദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ കർത്താവും ഒരിക്കൽ യെരൂശലേം ദേവാലയത്തെ നോക്കി കരഞ്ഞുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. അതിന് വരാൻ പോകുന്ന നാശത്തെ ഓർത്തിട്ട് അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് ഓർത്തിട്ട് കർത്താവ് അതിനെ നോക്കി കരഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. 137-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം ബാബേൽ നദിയുടെ തീരത്ത് നിന്ന് യെരൂശലേമിനെ ഓർത്ത് ദുഃഖിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ ദേവാലയം നിലനിൽക്കുന്ന യെരൂശലേം ദേവാലയം നിലനിന്നിരുന്നതായ ആ പർവ്വതത്തെ ഓർത്തവർ വിലപിക്കുകയാണ്. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കൈ ഞാൻ മറന്നു പോകട്ടെ. എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ ഉപരിയായി യെരൂശലേമിനെ ഞാൻ ഓർക്കാതിരുന്നാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്നൊക്കെ അവർ സ്വയം ശപിക്കുന്നതായി പോയി നമ്മൾ കാണുന്നുണ്ട്. അത്രമാത്രം അവർ ദൈവാലയത്തെ സ്നേഹിച്ചു, കർത്താവും സ്നേഹിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് ആ മനോഭാവം നമുക്കുണ്ടോ? നമ്മളും ദേവാലയത്തെ സ്നേഹിക്കേണ്ടവരല്ലേ എന്ന് നമ്മൾ ഇത് ചിന്തിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഭവനങ്ങളൊക്കെ നമ്മൾ അതിമനോഹരമാക്കുമ്പോൾ ദേവാലയവും മനോഹരമായും വൃത്തിയായും കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നിട്ട് 12-ാം അവൻ ആഗ്രഹം പറഞ്ഞു. നാഥാൻ പ്രവാചകൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം
നാഥാൻ പ്രവാചകനോട് പറഞ്ഞത്, ദാവീദിനോട് നാഥാൻ പ്രവാചകമെന്ന് പറഞ്ഞു, നിൻ്റെ നാളുകൾ തികഞ്ഞ് നീ നിൻ്റെ പിതാക്കന്മാരോട് ചേരും, അതിനുശേഷം നിൻ്റെ ഔരസപുത്രൻ അവൻ ദൈവാലയം പണിയും. കാരണം ദാവീദിനെ സംബന്ധിച്ചോളം അവൻ യുദ്ധത്തിൻ്റെ രാജാവാണ്. അനേകരെ കൊന്നിട്ടുണ്ട്. ആ രക്തക്കറ അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ളവന് ദൈവാലയം പണിയുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ നിൻ്റെ മകൻ്റെ കാലത്ത് അല്ലെങ്കിൽ നിൻ്റെ ഔരസപുത്രൻ്റെ കാലത്ത് ദേവാലയം പണിയുവാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരും. ഇതിന് ശേഷം നിൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ കർത്താവ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം വാക്യം, നിൻ്റെ മകൻ എൻ്റെ മകനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ വഴിതെറ്റിയാൽ ഞാൻ അവനെ ശിക്ഷിച്ചും ശാസിച്ചും നേരായ വഴിയിലേക്ക് അവനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. സൗലിനെ പോലെ ഞാൻ അവനെ ഒരിക്കലും അത് തള്ളിക്കളയുകയില്ല. കാരണം നീ എൻ്റെ സന്നിധി നടത്തിയിട്ടുള്ളതായ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ സമർപ്പണവും നിൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. അവർ മുഖാന്തരം ദൈവാലയം ഭൂമിയിൽ പണിയുവാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. അതിൻ്റെ 18-ാം വാക്യം മുതൽ ദാവീദിൻ്റെ വലിയ നന്ദി പ്രകടനം നമുക്ക് കാണാം. ദൈവമേ, എൻ്റെ തലമുറകളെ നീ കാത്ത് സംരക്ഷിക്കണമേ. അങ്ങ് ഈ നാഥാൻ പ്രവാചകൻ പറഞ്ഞതായ വാക്ക് എൻ്റെ തലമുറകളോട് നീ നിവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ദാവീദ് സമർപ്പിക്കുന്ന വലിയ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദാവീദിനെ പോലെ നമ്മൾ നല്ല നല്ല ഭവനങ്ങളൊക്കെ പാർക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവികമായതിനു വേണ്ടി നമ്മുടെ സമയത്തെ ആണെങ്കിലും സമ്പത്തിനെ ആണെങ്കിലും ഒക്കെ ചെലവഴിക്കുവാനും നമുക്കിടയായിത്തീരണം. അതിനുവേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ദാവീദിൻ്റെ മനോഭാവവും ജീവിതവും ദൈവവചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അതിന് അപ്രകാരമുള്ള ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.